ഒരുപാട് സംഭവബഹുലമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഞാൻ ചെറുതായിട്ട് കോൺസ്പിറസി തിയറിയുടെ റാബിറ്റ് ഹോളിലോട്ടൊന്ന് പോയി. നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല കേട്ടോ ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. പല കോൺസ്പിറസി തിയറിസ്റ്റുകളും പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം, ഇപ്പം നടക്കുന്നതൊക്കെ പല കാര്യങ്ങളും ഒളിപ്പിച്ചും മറച്ചും വെക്കാനുള്ള ഒരു ഡിസ്ട്രാക്ഷൻ ആണെന്ന്. ഇതിന് മാത്രം എന്തോന്നടേ ഈ എപ്സ്റ്റീൻ ഫയലിലുള്ളത്? ഒരു ചോദ്യം കൊണ്ട് ഞാൻ ജസ്റ്റ് ഇൻ്റർനെറ്റിലോട്ടങ്ങ് ഇറങ്ങി. നമ്മൾ എന്തോന്നാണ് വിചാരിച്ചത്? പൈസയുള്ള കുറേ ആൾക്കാർ കുട്ടികളെ ട്രാഫിക് ചെയ്യുന്നു. എന്നാൽ അത് മാത്രമല്ല, നിങ്ങൾ ആരെങ്കിലും സെലിബ്രിറ്റീസ് ഇതിൽ നിന്ന് ഇതിലേക്ക് പോകുന്നത് ശ്രദ്ധിച്ചായിരുന്നോ? പിന്നെ ഈ ഗവൺമെൻറ്റ്സ് ഏലിയൻസുമായി ഒത്തു വർക്ക് ചെയ്യുകയാണ്, കുറേ കാലങ്ങളായിട്ട് ഈ ഏലിയൻസുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ പറയുന്നതും എവിടെയെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ റീല് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും. അത് മാത്രമല്ല, ഈ ലോകം മുഴുവൻ ഒരുപാട് ആൾക്കാർ ചേർന്ന് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു കഥയും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ 3 വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ അതിൽ ആദ്യമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് ക്ലോണിങ്ങിനെ പറ്റിയിട്ടാണ്. ക്ലോണിങ്ങിനെ പറ്റി പല ആൾക്കാരും പലതും പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിച്ചു പോയപ്പം ഡൊണാൾഡ് മാർഷൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് അക്കൗണ്ടിലാണ് ഞാൻ എത്തിച്ചേർന്നത്. കോൺസ്പിറസി തിയറിസ്റ്റുകളുടെ ദൈവമാണ് അദ്ദേഹം. കാരണം പുള്ളി സ്വയം ഒരു ക്ലോണിങ് സെൻറ്ററിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് വന്ന മനുഷ്യനാണെന്നാണ് പുള്ളി പറയുന്നത്. 5 വയസ്സ് തൊട്ടേ പുള്ളി ഒരു ക്ലോണിങ് സെൻറ്ററിലാണ്. അത് കാനഡയിലോ എവിടെയോ ഒരു അണ്ടർഗ്രൗണ്ട് ക്ലോണിങ് സ്റ്റേഷനിലാണ് പുള്ളി ഉണ്ടായിരുന്നതെന്നാണ് ആ യൂട്യൂബ് വീഡിയോയിൽ പറയുന്നത്. അതിനു മുമ്പ് എന്താണ് ക്ലോണിങ് എന്ന് പറയാം. 2 കൈൻഡ് ഓഫ് ക്ലോണിങ് ഉണ്ടെന്നാണ് പറയുന്നത്. റെപ്ലിക്കേഷൻ ക്ലോണിങ്, ഡ്യൂപ്ലിക്കേഷൻ ക്ലോണിങ്. റെപ്ലിക്കേഷൻ ക്ലോണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു അമ്മയുടെ വയറ്റിൽ നിന്നൊരു കുട്ടി ഉണ്ടായി വരുന്നത് പോലെ നമ്മൾ ലാബിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണ് റെപ്ലിക്കേഷൻ ക്ലോണിങ്. ഡ്യൂപ്ലിക്കേഷൻ ക്ലോണിങ് എന്ന് പറയുന്നത് ഒരാളെ അതേ രൂപത്തിൽ ഒരു 5-6 മാസം കൊണ്ട് നമുക്ക് ലാബിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ അയാളുടെ ബോഡി ടിഷ്യൂസ് എല്ലാം പെട്ടെന്ന് വളരുമെങ്കിലും അയാളുടെ തലച്ചോറ് അത്ര സ്പീഡിൽ വളരില്ല. സോ അയാളുടെ ബോഡി ആ ഗ്രോൺ അപ്പ് മാനിനെ പോലെ ഇരിക്കുമെങ്കിലും അയാളുടെ ബ്രെയിനിന് അത്രയും കപ്പാസിറ്റി ഉണ്ടായിരിക്കില്ല. ഒറിജിനൽ മനുഷ്യൻ്റെ ഓർമ്മകളും ബുദ്ധികളും ഒക്കെ ഈ ക്ലോൺസിനുണ്ടാവാൻ വേണ്ടി ഈ ഓർമ്മയൊക്കെ ഇവരൊരു മൈക്രോ ചിപ്പിൽ റെക്കോർഡാക്കി ഈ ക്ലോണിൻ്റെ തലയിൽ വെച്ച് കൊടുക്കും. എന്നിട്ട് ഏതോ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരാളുടെ, അതായത് ഒറിജിനലായിട്ടിരിക്കുന്ന മനുഷ്യൻ്റെ കോൺഷ്യസ്നെസ് മറ്റേ ആളിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. ഒരു ഒറിജിനൽ പേഴ്സൺ REM സ്ലീപ്പ്, അതായത് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് സ്റ്റേറ്റ്. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് 1-1.5 മണിക്കൂർ കഴിഞ്ഞാണ് ആ സ്റ്റേറ്റിലെത്തുന്നത്. ആ സ്റ്റേറ്റിൽ വെച്ചിട്ടാണ് ഒറിജിനൽ പേഴ്സണിൽ നിന്ന് ക്ലോണിലേക്ക് കോൺഷ്യസ്നെസ് ട്രാൻസ്ഫർ ആവുന്നത്. ഈ കോൺഷ്യസ്നെസ് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്നിടത്തോളം ഉള്ള അത്രയും ഓർമ്മകളോടുകൂടിയായിരിക്കും ഈ ക്ലോൺ കണ്ണ് തുറക്കുന്നത്. പക്ഷെ എന്തെങ്കിലും കാരണം വെച്ചാൽ ഒറിജിനൽ ശരീരത്തിലെ ആൾ ഉറക്കം എണീക്കുകയാണെങ്കിൽ ക്ലോൺ അവിടെ കിടക്കും, അവിടെ താഴെ മരിച്ചങ്ങ് വീഴും. കാരണം ഒറിജിനൽ ആളുടെ ബോധം ബോറോ ചെയ്താണ് ക്ലോൺ വർക്ക് ചെയ്യുന്നത് എന്നാണ് അയാൾ പറയുന്നത്. പക്ഷേ ഈ ഡൊണാൾഡ് മാർഷൽ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് ഈ ക്ലോണിങ് സെൻറ്ററിൽ എത്തിപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത്, പുള്ളിയുടെ അമ്മ ഒരു കോൺട്രാക്റ്റ് ചില ആൾക്കാരുമായിട്ട് സൈൻ ചെയ്തിരുന്നു. ആ കോൺട്രാക്റ്റ് പ്രകാരം പുള്ളിയുടെ അമ്മയും ആ പുള്ളിക്കാരിയുടെ ഫാമിലി, പുള്ളിയുടെ അമ്മയുടെ ഓഫ് സ്പ്രിങ്സും എല്ലാവരും ഈ കോൺട്രാക്റ്റിൻ്റെ ഭാഗമാണ്. പൈസയ്ക്കും പണത്തിനും വേണ്ടി നമ്മൾ ചില ശക്തമായ ഓർഗനൈസേഷൻസുമായിട്ടൊരു കോൺട്രാക്റ്റ്, അത് എന്തോ ഭയങ്കര ഡാർക്കായിട്ടുള്ള കോൺട്രാക്റ്റ് ആണെന്നാണ് പറയുന്നത്. ബ്ലഡിലൊക്കെ എഴുതി എന്തോ റിച്വലൊക്കെ ചെയ്ത് ഉള്ളൊരു കോൺട്രാക്റ്റാണ്. ആ കോൺട്രാക്റ്റ് നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസയും പണം എന്ന് വേണ്ട എല്ലാ സാധനവും കിട്ടും, നമ്മളുടെ ജീവിതം സെറ്റാകും. പക്ഷേ നമ്മൾ നമ്മളുടെ സോള് സെല്ല് ചെയ്യണം. സോ ഇറ്റ് ഈസ് കോൾഡ് സെല്ലിങ് ദ സോൾ. എന്തിനായിരിക്കും ഇവർ ഈ ക്ലോണിങ് ആദ്യം തന്നെ തുടങ്ങി വെച്ചത്? അയാൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മുടെ ഈ പൊളിറ്റീഷ്യൻസ് ഇല്ലേ, അവരാണ് ജസ്റ്റ് ഈ ക്ലോണിങ്ങുമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പം ഒരു പൊളിറ്റീഷ്യൻ അയാളുടെ ബോഡി വീക്ക് ആവുകയാണെങ്കിൽ ഒരു ഹെൽത്തി ബോഡിയിലോട്ട് അയാളുടെ കോൺഷ്യസ്നെസ് ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ അവർ ക്ലോൺ ചെയ്ത് അവർ ബോറടിച്ച്, അപ്പോൾ വെച്ചിട്ട് അവർ വിചാരിച്ച് എന്നെ കാണാൻ കൊള്ളാമെന്ന് കുറച്ച് സിനിമാക്കാരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അങ്ങനെ അവർ മെറിലിൻ മൺറോ അങ്ങനെയൊക്കെ പറയുന്ന കുറേ ഫിലിം ആർട്ടിസ്റ്റുകളെയും സെലിബ്രിറ്റീസിനെയും കൊണ്ടുവരാൻ തുടങ്ങി. പിന്നെ അവർക്ക് മനസ്സിലായി ഇത് കൊള്ളാമല്ലോ, ഇതാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആരുടെ അനുവാദം ഇല്ലാതെ തന്നെ അവരെ ഇവിടെ കൊണ്ടുവന്ന് അവരെ ഇവിടെ ടോർച്ചർ ചെയ്തുകൊണ്ട്, എപ്സ്റ്റീൻ ഐലൻഡിലേക്ക് പോലെ അബ്യൂസൊക്കെ ചെയ്തുകൊണ്ട് ഒറിജിനൽ ബോഡി നമുക്കിവിടെ അബ്യൂസ് ചെയ്യാനും വെക്കാം. ഈ ക്ലോണ് അവരുടെ ഡെയിലി ലൈഫ് അറ്റൻഡ് ചെയ്തോളും. ഇപ്പോൾ തന്നെ ഒരു മൂവി സ്റ്റാറാണ്, അവർക്കൊരു സിനിമ അഭിനയിക്കണം, നമ്മൾ ക്ലോണിനെ വിട്ട് അഭിനയിപ്പിക്കാം, ഒറിജിനൽ ആളിനെ നമുക്ക് ഇവിടെ ടോർച്ചർ ചെയ്യാം. എങ്ങനെയുണ്ട്? അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഈ പറയുന്ന സെലിബ്രിറ്റീസിനെ ക്ലോൺ ചെയ്യാൻ തുടങ്ങി. ഈ ഡൊണാൾഡ് മാർഷലിൻ്റെ ഇൻ്റർവ്യൂ 2012 ഉള്ളതാണ്. പക്ഷെ അന്നത്തെ ഒരു ടെക്നോളജി വെച്ചിട്ട് ഒരു ക്ലോണിന് 5-6 മാസം മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് അത് മാൽ ഫങ്ഷൻ ചെയ്ത് തുടങ്ങുമെന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അത് മാത്രമല്ല, ഇവരുടെ കയ്യിലൊരു ക്ലോൺ ഉണ്ടെങ്കിൽ ആ ക്ലോണിനെ ടോർച്ചർ ചെയ്യുന്നതോടുകൂടി ആ ഒറിജിനൽ ബോഡിയിൽ
നമുക്ക് ഡിസീസസ് വരുത്താൻ പറ്റും എന്നാണ് പറയുക. ഡിസീസ് ഇൻ ദ സെൻസ് സ്ട്രോക്ക്, പെട്ടെന്നുള്ള ഡെത്ത്, അതൊക്കെ നമുക്ക് വരുത്താൻ പറ്റും. ഈ ക്ലോണിലൊരു പ്രത്യേക എനർജി സിഗ്നൽ കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. ആദ്യമൊക്കെ ഒരാളുടെ ടിഷ്യൂ, കുറച്ച് DNA ടിഷ്യൂ വേണമായിരുന്നു അവർക്കൊരു ക്ലോൺ ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ അതിലും ചെറിയ ഒരു കുറച്ച് DNA ഇൻഫർമേഷൻ കിട്ടിയാൽ തന്നെ ക്ലോൺ ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്നെ അലട്ടുന്ന ഒരു ചോദ്യം, എന്തിനായിരിക്കും ഇപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ തന്നെ എന്തിനായിരിക്കും അവരുടെ ഇൻഫർമേഷൻ ഇത്ര പബ്ലിക്കലി എല്ലാവരും അറിയുന്ന രീതിയിൽ ഇടുന്നത്? ദാറ്റ് ഈസ് വാട്ട് ഐ ആം കൺഫ്യൂസ്ഡ് അബൌട്ട്. എന്തായാലും സ്റ്റിക്ക് അറൗണ്ട്. നമ്മൾ ഇനി അടുത്ത വീഡിയോസിൽ ഏലിയൻസിനെ പറ്റിയിട്ടും, ടെറസ്ട്രിയൽ ഏലിയൻസ്, എക്സ്ട്രാ ടെറസ്ട്രിയൽ അല്ല, പിന്നെ നമ്മുടെ മറ്റേ എലീറ്റ്സിൻ്റെ ഗ്രൂപ്പിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് കോൺസ്പിറസി തിയറീസൊക്കെ നമുക്കൊന്ന് കണ്ട് നോക്കാം.